40 നാളുപവസിക്കാം, വിശക്കുന്നവനപ്പം കൊടുക്കാം. ഈശായ്സുതനെ പോൽ ദിനം 7 വട്ടം പ്രാർത്ഥിക്കാം. മോശയും ഏലിയാവും 40 ദിവസം നോമ്പെടുത്തു. നമ്മുടെ കർത്താവും നോറ്റു, ആകൽ കറുസായെ ജയിച്ചു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഒരു നീണ്ട ഉപവാസകാലം അവസാനിക്കുകയാണ്. ശാരീരികമായും ആത്മീയമായും ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ദേവാലയം കണക്കാണ് എല്ലാ മനുഷ്യരും. ശരിക്കും ഈ നീണ്ട ആത്മീയ അധ്വാനത്തിൻ്റെ കാലത്ത് നാം എന്താണ് നേടിയത്? ചെരുപ്പ് തുന്നുന്നയാൾ നടപ്പാതയിലൂടെ പോകുന്ന കാൽപാദങ്ങൾ ഉറ്റുനോക്കുന്ന അത്ര ശ്രദ്ധ നമുക്ക് ഈ 40 ദിവസത്തിനപ്പുറത്തേക്കും നീളേണ്ടതാണെന്ന് തോന്നുന്നു. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അത്ര കൂടെ ചെയ്യാനെങ്കിലും നമുക്കാകേണ്ടതാണ്. പ്രശസ്തമായ ഒരു പെയിൻറ്റിങ് കഥയുണ്ട്. 18 മക്കളുള്ള ഒരു സ്വർണ്ണപ്പണിക്കാരനുണ്ടായിരുന്നത്രേ. മക്കളിൽ 2 പേർക്ക് ചിത്രകാരന്മാരാകണമെന്ന കലശലായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ ദാരിദ്ര്യമാണ്. 2 പേരും ഒരു ധാരണയിലെത്തുന്നു. അവർ ആർക്ക് നറുക്ക് വീഴുന്നുവോ അയാൾക്ക് യൂണിവേഴ്സിറ്റിയിൽ വിദേശത്ത് പോയി പഠിക്കാം. അതിനുള്ള ചിലവിനായി മറ്റേയാൾ അധ്വാനിക്കണം. നറുക്ക് ഇളയ സഹോദരന് വീണു. അവനു വേണ്ടി മൂത്ത സഹോദരൻ കഠിനമായി അധ്വാനിച്ചു. ഇളയവൻ പഠനം പൂർത്തിയാക്കി ലോകം മുഴുവൻ പ്രശസ്തി പ്രാപിച്ച് തിരിച്ചു വന്നു. തനിക്ക് വേണ്ടി അധ്വാനിച്ച സഹോദരൻ്റെ കൈകളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി നീ പഠിക്കാൻ പോയിക്കൊള്ളുക, ഞാൻ നിനക്ക് വേണ്ടി അധ്വാനിക്കാം. മൂത്ത സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, ഇനി അത് സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. എനിക്ക് പ്രായമായി മാത്രവുമല്ല, ഇനി ചിത്രം വരയ്ക്കാൻ എൻ്റെ ബലമില്ലാത്ത വിറയ്ക്കുന്ന കൈകൾക്കാവില്ല. അത് കേട്ട് ഇളയവൻ കരഞ്ഞുപോയി. എല്ലുകൾക്ക് ബലക്ഷയം വന്ന, ഞരമ്പുകൾ എഴുന്നേറ്റ് നിൽക്കുന്ന സഹോദരൻ്റെ കൈകൾ അവൻ ക്യാൻവാസിൽ പകർത്തി. എന്നിട്ടതിന് പ്രാർത്ഥിക്കുന്ന കരങ്ങൾ, ദ പ്രേയിങ് ഹാൻഡ്സ് എന്ന് പേര് നൽകി. എന്നിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ എന്തായിരിക്കുന്നു അത് ഈ കൈകളുടെ പുണ്യം കൊണ്ടാണ്. മറുപടിയായി സഹോദരൻ ഇങ്ങനെ പറയുന്നു, ഞാൻ അധ്വാനിച്ചത് നിനക്ക് വേണ്ടി മാത്രമല്ല കുഞ്ഞേ, എൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയും കൂടെയാണെന്ന്. ദീർഘമായ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം ബുദ്ധനോടൊരാൾ ഇങ്ങനെ ചോദിക്കും, നീണ്ട ധ്യാനത്തിലൂടെ അങ്ങ് എന്താണ് നേടിയത്? ബുദ്ധൻ മറുപടിയായി ഇങ്ങനെ പറയും, ഞാനൊന്നും നേടിയില്ല, മറിച്ച് എനിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. അഹംബോധം, വെറുപ്പ്, അത്യാഗ്രഹം, അറിവില്ലായ്മ, മരണഭയം, ഇവയെല്ലാം എനിക്ക് എന്നിൽ നിന്ന് നഷ്ടമായി. ശരിക്കും നമ്മുടെയൊക്കെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് ഈ 40 ദിവസത്തിനേക്കപ്പുറവും നമ്മുടെ ആത്മീയ അധ്വാനം തുടരേണ്ടതുണ്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.